ഹലോ ഡിയേഴ്സ്, ബിഗ് ബോസ് പുത്തൻ പ്രൊമോ. അതേ കൂട്ടുകാരെ, നമ്മളെയൊക്കെ അതിശയിപ്പിച്ച് വീണ്ടും ആ ഒരു അതിഥി എത്തുന്ന നിമിഷങ്ങൾ തന്നെ. ആരാണ് ആ അതിഥി എന്നല്ലേ? എന്തായാലും ഇന്നത്തെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് അലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഓടി സ്റ്റോർ റൂമിലേക്ക് പോകുമ്പോൾ, സ്റ്റോർ റൂമിൽ നിന്ന് അലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഫുഡായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെയുള്ള ധാരണയാണല്ലോ. അപ്പൊ എല്ലാരും കൂടി ഓടി ചെല്ലുമ്പോൾ ദാ നിൽക്കുന്നു രണ്ട് അതിഥികൾ. പില്ലോയൊക്കെ വെച്ച് ഇങ്ങനെ മുഖമൊക്കെ മൂടിയിട്ടാട്ടോ നിൽക്കുന്നേ. അപ്പൊ നമ്മുടെ ലക്ഷ്മിയൊക്കെ ലക്ഷ്മിയാണ് ആദ്യം കാണുന്നത്. അപ്പൊ ലക്ഷ്മി കണ്ടിട്ട് ഇങ്ങനെ വായം പൊളിച്ച് അതിഥികളോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ടേ. ലാസ്റ്റ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനുമോൾക്ക് അത്ര വലിയ സന്തോഷവുമില്ല എന്നാൽ സങ്കടവുമില്ല. അനുമോൾ ഇങ്ങനെ എന്താ പറയാ ന്യൂട്രലായിട്ട് നിൽക്കുവാണ്. അപ്പൊ കുറെ പേര് ഈ അതിഥീനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവനായിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുമോൾക്ക് എന്തെങ്കിലും ക്ലൂ ആയിട്ടായിരിക്കുമോ ഈ ഒരു അതിഥിയുടെ വരവ്, അല്ലെ? കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആദിലേക്കൊപ്പം കൂടി നമ്മുടെ അനുമോളും താഴേക്ക് പോകുകയാണ് എന്ന് നമ്മുടെ ബിഗ് ബോസിന് ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അനുമോള് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണല്ലേ. നമ്മുടെ ആദിലേക്ക് നൂറയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അനീഷിനെതിരെ ഇങ്ങനെ കുറെ പറയുന്നതൊക്കെ കാരണം. അപ്പോ ഇവരുടെ കൂടെ കൂടെ നമ്മുടെ അനു ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം, നമ്മുടെ അനുവിന് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ പുതിയ അതിഥിയെ നമ്മുടെ ബിഗ് ബോസ് ഇതിലേക്ക് വിട്ടത്, അല്ലെ? പണ്ട് നമ്മുടെ ഷിയാസ് വന്നിട്ടൊരു ക്ലൂ കൊടുത്തല്ലോ, നമ്മുടെ പ്ലാച്ചിയെ വലിച്ചെറിഞ്ഞിട്ട്. പക്ഷേ അനുമോള് അത് സമ്മതിക്കാതെ പ്ലാച്ചിയെ തിരികെ കിട്ടി. എന്തായാലും ഇത് നമ്മുടെ അനുമോൾക്കുള്ള ഒരു അടുത്തൊരു സൂചന ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ തന്നെ, അല്ലെ? കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.